ഹലോ, അസ്സാം വലൈക്കും. അപ്പൊ നമ്മള് ലോങ് വീഡിയോസ് ഇട്ടിട്ട് കുറേ നാളായി. ഇന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ ആയിരുന്നു. അത്ര ലോങ് അല്ല, എന്നാലും ആ, ചെറിയൊരു ലോങ്. അപ്പം ഇന്ന് ഞാൻ വാങ്ങിച്ച സാധനം ഡിയോഡാറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പിനാണ്. ഇതില് എനിക്ക് തോന്നുന്നു 1 രൂപക്കും 2 രൂപക്കും ഒക്കെ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അത്രയ്ക്ക് ചീപ്പ് പ്രൈസിന് കിട്ടുന്ന ഒരു സൈറ്റാണ്. എന്താ ഞാനിത് കുറച്ചൊരു 200 റുപ്പീസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് കാണാം. അപ്പൊ ഇത് ഇത്രയും വലിയ പെട്ടിയിലാണ് അവർ സാധനങ്ങളൊക്കെ അയച്ചത്. നല്ല പാക്കേജിങ് ആണ് കേട്ടോ. ഇത് കുറേ ബബിൾ റാപ്പ് അടിച്ചു ഇട്ടിട്ടുണ്ട്. ഇത് പൊട്ടിക്കുമ്പോൾ ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് സാധനങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ഗ്ലാസ് ആണ്. ഇതിന്റെയൊക്കെ റേറ്റിന് സൈഡിൽ കൊടുക്കട്ടെ, കറക്റ്റ് ഓർമ്മയില്ല ഇതിനൊക്കെ എന്തൊക്കെ റേറ്റ്, എത്രയൊക്കെ റേറ്റ് ഉണ്ടെന്നത്. ഇത് പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ, പക്ഷെ അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്കൊന്നും ഒരു 10-20 അങ്ങനെ എങ്ങാനേ ഇങ്ങുള്ളൂ ഈ ഒരു ഗ്ലാസ്സിന്. പിന്നെ വരുന്നത് ഈ ഒരു ഫോൺ ഹോൾഡർ ആണ്. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന് 3 രൂപ, 3 രൂപ എങ്ങാനാന്ന് തോന്നിട്ടോ. അതെ, 3 രൂപ എങ്ങാനാണ്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 രൂപയൊക്കെ അങ്ങനെ പെട്ടെന്ന് ഒന്നും പൊട്ടുന്ന ടൈപ്പ് സാധനമൊന്നുമല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. 3 രൂപയൊക്കെ ഇത് എന്തുകൊണ്ട് വേർത്തായിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഈ ഒരു ഫയലാണ്. ഇതിൽ ഓൾറെഡി ആദ്യ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് എനിക്കൊന്നൊരു 14 രൂപ എങ്ങാനാ തോന്നുന്നു. ആ ഒരു പ്രൈസിനെങ്ങാനാ വാങ്ങിച്ചത്. കുഴപ്പമില്ല, ആ ഒരു പ്രൈസിനുള്ളതൊക്കെ ഉണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് ഇത് ആക്ച്വലി വാങ്ങിയ ശേഷം എനിക്ക് വേണ്ടായിരുന്നോ എന്ന് തോന്നിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ആ ഒരു പ്രൈസിന് വേറെ എന്തെങ്കിലും വാങ്ങിയാൽ മതിയായിരുന്നുള്ളത്. ഇതൊരു ലാപ്ടോപ്പ് ഹോൾഡർ തന്നിട്ട് വാങ്ങിയതാണ്. ഇതിങ്ങനെ ഇവിടെ സ്റ്റിക്ക് ചെയ്യും. പക്ഷെ എനിക്ക് ഞങ്ങൾ ലാപ്പിനെ വെച്ചപ്പം ഇത് അതിന് വെയിറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിട്ടില്ല. ഇപ്പം ഒരു ടാബ് അങ്ങനത്തെ ചെറിയ സാധനങ്ങൾക്കൊക്കെ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ലാപ്പിന് ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് ഇങ്ങനെയാണ് വരുന്നത്. എനിക്കൊന്ന് ടാബൊക്കെ വെച്ച് അങ്ങനെ വെക്കാം, പക്ഷെ നമ്മളത് ടാബ് ഇല്ലാത്തതുകൊണ്ട് കാണിച്ചു തരുന്നില്ല. ലാപ്പിനാണെങ്കിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ലാപ്പ് ഇങ്ങനെ ബേക്കിലേക്ക് വീഴുന്നത്. അതുകൊണ്ട് ഇത് മാത്രം എന്താ പറയുക, ഒരു യൂസ് ഇല്ലാണ്ടായിപ്പോയി. നെക്സ്റ്റ് ഐറ്റം ഈ ഒരു ഹിജാബ് ഹോൾഡറാണ്. അത് ഞാനതിനാണ് വാങ്ങിയത്, ഹിജാബ് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കൊരു 5 വെക്കാൻ പറ്റും. ഇത് ചെറിയ പൈസ വാങ്ങുന്നു. ഇപ്പോൾ 10 രൂപ എങ്ങാനാന്ന് തോന്നിയതിന് അത്ര ചെറിയ പൈസ ഉള്ളൂ. ആ ഒരു പൈസന് നല്ലൊരു സാധനം, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മല്ലിപ്പൊടി ക്വാളിറ്റി ഉള്ള സാധനമൊന്നുമല്ല, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അപ്പം നെക്സ്റ്റ് ഐറ്റം കാണിച്ചു തരാം. നെക്സ്റ്റ് ഈ ഒരു സ്റ്റോറേജ് ബോക്സാണ്. നമ്മളെ സ്കിൻ കെയർ, മേക്കപ്പ് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ കുഞ്ഞു കമ്മലി, മാല അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറേജ് ബോക്സ്. ഇതിൻ്റെ അടിയിലും ചെറിയൊരു ഷെൽഫും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിന് 50 അങ്ങനെ എത്രയോ രൂപയാണ് കേട്ടോ. ആ പ്രൈസിന് ഒക്കെയാണ്. ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക് തന്നെയാണ്. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇത് നമ്മളെ വാഷ് ബേസിൻ്റെ അടുത്തൊക്കെ സോപ്പ് വെക്കാൻ വേണ്ടിയിട്ടൊരു ഹോൾഡറാണ്. ഇങ്ങനെ പീസായിട്ടാണ് വരിക. നമുക്കത് ജോയിൻ ചെയ്ത്, ഇത് പ്ലാസ്റ്റിക്കും ഇതൊരു സക്ഷൻ ഇങ്ങനെ വരുന്നൊരു സാധനമാണ്. ഇതിന് ചെറിയൊരു 10-20 അങ്ങനെ റേറ്റ് വരുന്നത്. കറക്റ്റ് ആക്ച്വൽ പ്രൈസ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. പിന്നെ ഇതൊരു
വാഷിംഗ് മെഷീൻ ഒരു വാഷിംഗ് മെഷീൻ ക്ലീനറാണ്. ജസ്റ്റ് ഒന്നേ ഉള്ളൂ. ഇതിന് 5 രൂപ എങ്ങനെ തോന്നുന്നുണ്ടോ? അത്രേ ഉള്ളൂ. ഇതൊറ്റ ഒന്നേ ഉള്ളൂ, ഒന്നിന് 5 രൂപ. അപ്പൊ ഇതുവരെ ഞങ്ങളിത് വാങ്ങിച്ച് നോക്കിയിട്ടില്ല. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ ഡിയോഡാപ്പിന് പർച്ചേസ് ചെയ്തിട്ട്. ഇതെല്ലാം കൂടി 200 ആണ് വരുന്നത്. ആ ഒരു പ്രൈസിന് എനിക്കിപ്പം ഇല്ല അത്ര മോശം തോന്നില്ല. ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നന്ന ചീപ്പ് ക്വാളിറ്റി അല്ല, ഓക്കെയാണ്. ഇതിൽ ലാസ്റ്റ് കാണിക്കുന്നത് ഒരു സിലിക്കോൺ സക്ഷൻ ഫോൺ ഹോൾഡർ ആണ്. ഇത് നമുക്ക് ഫോണിന്റെ ബേക്കിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മുടെ മിററിലോ അങ്ങനെ ഇങ്ങനെ സക്ഷൻ ചെയ്ത് നിൽക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, ബൈ.